ഇവിടെ ഇപ്പോൾ പറഞ്ഞു ബഹുമാനിയായ സംഘപരിവാർ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തുന്നയാൾ എന്ന നിലയിൽ നമ്മൾ പരിചയപ്പെടുന്ന നമ്മുടെ ചർച്ചയിലെ സഹപാനലിസ്റ്റ് അദ്ദേഹം പറയുന്നു ഇത് പാരമ്പര്യത്തിന്റെ ഭാഗമാണ്, ഇത് സംസ്കാരത്തിന്റെ ഭാഗമാണ്. അങ്ങ് പരിശോധിച്ച് നോക്ക്. അങ്ങ് നിർദ്ദേശിച്ചത് ഈ ചർച്ച കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള 24 ന്യൂസിന്റെ പ്രേക്ഷകർ പരിശോധിച്ച് നോക്കുക. ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലെ പാരമ്പര്യം എന്തായിരുന്നു, സംസ്കാരം, ഇത് രണ്ടുമാണ് ബഹുമാനിയനായ വലതുപക്ഷ പ്രതിനിധി ഉന്നയിച്ച രണ്ട് പ്രധാനപ്പെട്ട മനോഹരമായ രണ്ട് വാക്കുകൾ. ഐക്യ കേരളത്തിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഞാൻ ആവർത്തിക്കുന്നു, ചില്ലുകൂടാരത്തിനുള്ളിൽ എഴുതി വച്ചിരിക്കുന്ന ആലങ്കാരികമായ വാചകങ്ങൾക്കപ്പുറം 100 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തിലെ ജീവിത യാഥാർത്ഥ്യത്തിൽ നമ്മുടെ പാരമ്പര്യം എന്തായിരുന്നു, നമ്മുടെ സംസ്കാരം എന്തായിരുന്നു? അങ്ങേക്ക് ഓർമ്മയുണ്ടോ ബഹുമാനിയനായ സാബു പ്രസാദ്? ഇല്ലെങ്കിൽ എന്റെ ജീവചരിത്ര അനുഭവങ്ങളിൽ, എന്റെ പരിമിതമായ വായനകളിൽ ഞാൻ നിർബന്ധമായും ഓർമ്മിച്ചെടുക്കുന്ന കേരള സംസ്കാരത്തിന്റെ ആദിമ രൂപം എന്ന് പറയുന്നത് വിവേകാനന്ദ സ്വാമികളുടെ ഷൊർണൂർ സന്ദർശനത്തിന്റെ സമയത്ത് ആ കാലഘട്ടത്തിൽ 17 വയസ്സുള്ള ഈഴവ സമുദായ അംഗമായ ചെറുപ്പക്കാരൻ പേര് ശിവരാമൻ സവർണ പ്രമാണാണിയുടെ കടയിൽ പോയി ഉപ്പ് എന്ന വാക്കുച്ചരിക്കുന്നതിന് പകരം എന്താണ് പുളിച്ചത് എന്ന വാക്കുച്ചരിക്കാൻ മാത്രം അബ്രാഹ്മണ സമുദായങ്ങൾക്ക് അവകാശം ഉണ്ടായിരുന്ന സംസ്കാര സമ്പന്നമായ കോട്ടിങ് സാബു പ്രസാദ്, പാരമ്പര്യമുള്ള കോട്ടിങ് സാബു പ്രസാദ് ആ കേരളത്തിൽ ഉപ്പ് എന്ന വാക്കിന് പുളിച്ചത എന്ന വാക്കിന് പകരം ഉപ്പ് എന്ന വാക്ക് ഉച്ചരിച്ചതിന്റെ പേരിൽ 17 വയസ്സുള്ള ശിവരാമനെ അടിച്ചു കൊന്നുകളഞ്ഞ ആ വിദ്യാർത്ഥിയുടെ ചോര വീണ മണ്ണാണ് കേരളത്തിൻ്റെത്. അതാണ് ജീവിതാനുഭവങ്ങളിൽ കേരളത്തിന്റെ സംസ്കാരം. ആ സംസ്കാരം നമ്മൾ തുടർന്നു കൊണ്ടുപോകണോ? ആ പാരമ്പര്യം തുടർന്നു കൊണ്ടുപോകണോ? 1914 കേരളം മറക്കില്ല. ഇപ്പൊ ഒരു പണിമുടക്ക് കഴിഞ്ഞതേ ഉള്ളൂ. പല പരിഹാസ വിദ്വാൻമാരും ചോദിക്കുന്നുണ്ട്, പണിമുടക്ക് കൊണ്ട് നിങ്ങൾ എന്തു നേടി? പൊരുതി നേടിയതാണ് സാബു പ്രസാദ് പണിമുടക്ക് കൊണ്ട്. ഒരു ട്രേഡ് യൂണിയനുമല്ല. ജനാധിപത്യ കേരളത്തിന്റെ മാസ്റ്റർ ജീനിയസായ മഹാത്മാ അയ്യൻകാളി 5 വയസ്സുള്ള ഒരു പെൺകുട്ടി പഞ്ചമിയെ ഇപ്പോഴും തിരുവനന്തപുരത്ത് ഓറൂട്ടമ്പലത്ത് ആ പെൺകുട്ടിയുടെ നാമധേയത്തിലുള്ള സ്കൂളിൽ കയറ്റിയിരുത്തിയപ്പോൾ 3 മണിക്കൂർ തികയുന്നതിന് മുമ്പ് പഞ്ചമി എന്ന 5 വയസ്സുകാരിയായ നിസ്വവർഗത്തിലെ ഒരു പെൺകുട്ടി കേറിയിരുന്ന് പഠിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആ സ്കൂൾ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞ മണ്ണ് നിരക്ഷരതയുടെ ബീഹാർ അല്ല, ഗുജറാത്ത് അല്ല, UP അല്ല, മധ്യപ്രദേശ് അല്ല. സാക്ഷരതയുടെ പ്രൗഢഗംഭീര ശിരസ് വെളിച്ചം ചൂടുന്ന ആങ്കർ വിശേഷിപ്പിച്ച അധ്യാപകരുടെ പ്രൗഢഗംഭീരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചരിത്രം ഇന്ന് ശിരസുയർത്തി നിൽക്കുന്ന നമ്മുടെ കേരളമാണ്. ചരിത്രം അതായിരുന്നു, പാരമ്പര്യം അതായിരുന്നു, സംസ്കാരം അതായിരുന്നു. 5 വയസ്സുള്ള പെൺകുട്ടി കയറിയിരുന്ന സ്കൂൾ കത്തിച്ച് ചാമ്പലാക്കും. വൈദിക വിദ്യാഭ്യാസം നേടിയാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ചു കളയും. മഹാത്മാഗാന്ധി വൈക്കം സന്ദർശിക്കുമ്പോൾ ഇണ്ടം തുരുത്തി മനയുടെ അകത്തളങ്ങളിൽ നിന്നും ഗാന്ധിയോട് കിടക്ക് പുറത്ത് എന്ന് ഭ്രഷ്ട് കൽപ്പിച്ചു. അതായിരുന്നു പാരമ്പര്യം, അതായിരുന്നു സംസ്കാരം. ആ പാരമ്പര്യത്തെ, സംസ്കാരത്തെ തലമുറ എന്നതുപോലെ കൈമാറി ലഭിച്ചതല്ല. പണിമുടക്ക് നടത്തിയും ജീവാർപ്പണം നടത്തിയും കൊടിപിടിച്ചും പോരടിച്ചും സവർണ ബ്രാഹ്മണ്യത്തിന്റെയും എല്ലാ സനാതന തിട്ടൂരങ്ങൾക്കെതിരെയും പോരടിച്ചും ജീവാർപ്പണം ചെയ്തും തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ പറന്നുയർന്നതാണ്, ഉയർന്നുദിച്ച് വന്നതാണ് ഇന്നത്തെ കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആപ്തവാക്യമാണ് നവോത്ഥാന കേരളത്തിന്റെ, വർത്തമാന കേരളത്തിന്റെ മുദ്രാവാക്യം. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം. എന്തുകൊണ്ടാണ്? നാരായണ ഗുരുവിന്റെ കാലയളവിന് മുമ്പ് 5 വയസ്സുള്ള പെൺകുട്ടി കയറിയിരുന്നാൽ സ്കൂൾ കത്തിച്ച് ചാമ്പലാക്കും. ഉപ്പ എന്ന വാക്കുച്ചരിച്ചാൽ 17 വയസ്സുകാരനായ ശിവരാമനെ കൊന്നുകളയും. മഹാത്മാഗാന്ധി ഇണ്ടം തുരുത്തി മനയിൽ കയറിയാൽ അശുദ്ധി കൽപ്പിച്ച് ഗാന്ധിയെ പുറത്താക്കും. വൈദിക വിദ്യാഭ്യാസം നേടിയാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കും. ഈ പാരമ്പര്യത്തെ തുടരണമെന്നാണോ സാബു പ്രസാദ് ആഗ്രഹിക്കുന്നത്? ഈ സംസ്കാരത്തെ ഇന്ത്യയും കേരളം ഉയർത്തിപ്പിടിക്കണമെന്നുള്ളതാണോ സാബു പ്രസാദ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, NSSന്റെ ജനറൽ സെക്രട്ടറി മന്നത്തിന്റെ പ്രസംഗമുണ്ട്. എന്താണ് മന്നത്തിന്റെ പ്രസംഗം? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയിലെത്തി ഞങ്ങൾക്ക് വിയോജിപ്പുകളോട് ബഹുമാനമുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ വാചകം? വൈക്കം ക്ഷേത്രത്തിന്റെ അകത്തളങ്ങളിനുള്ളിലെ ദേവനെ, ആ ദേവനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, സ്ത്രീകളെ മാറുമറയ്ക്കാതെ കാണാൻ ആഗ്രഹിക്കുന്ന ദേവനാണ് കേരളത്തിന്റെ അമ്പലങ്ങളിൽ ഇരിക്കുന്നതെങ്കിൽ ആ ദേവനെ കാണാൻ പോകേണ്ടതില്ല എന്ന് എന്റെ സമുദായത്തിലെ സ്ത്രീകളോട് ഞാൻ പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവല്ല, നായർ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള മന്നത്തിന്റെ പ്രസംഗമാണ്. ആ സമയത്ത് കേരളത്തിലേക്ക് വന്ന തമിഴ്നാടിന്റെ നവോത്ഥാന നായകൻ തന്തൈ പെരിയോർ രാമസ്വാമിയുടെ പ്രസംഗം എന്താണ്? പാരമ്പര്യവും സംസ്കാരവും ആവോളം ഉണ്ടായിരുന്ന ഒരു കാലയളവിനെ നോക്കി പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തോട് നടക്കുമ്പോൾ അകത്തെ ദൈവത്തിന് അശുദ്ധി ഉണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ രൂപത്തെ തുണിയിലെ അഴുക്ക് അലക്കി വെളുപ്പിക്കാനുള്ള ഒരു കല്ലായി ഉപയോഗിക്കണം.
പ്രസംഗിച്ചത് തന്തൈ പെരിയോറാണ്. ഇവരാരും ഞങ്ങൾ പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നില്ല. NSS ജനറൽ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ, ആദരണീയനായ ശ്രീനാരായണ ഗുരുസ്വാമികൾ, ആദരണീയനായ തന്തൈ പെരിയോർ, ആദരണീയനായ മഹാത്മാ അയ്യൻകാളി, ഇവരൊക്കെ പാരമ്പര്യത്തെ ഉല്ലംഘിച്ചതാണ്. നിങ്ങൾ പറഞ്ഞ സംസ്കാരത്തിന്റെ നടുവൊടിച്ചു കളഞ്ഞപ്പോഴാണ് ഇന്നു കാണുന്ന കേരളം ഉയർന്നുദിച്ചു വന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് BJPയുടെ ജില്ലാ സെക്രട്ടറി KK അനീഷിനെ പോലെ ഒരുവനെ ആലപ്പുഴയിലെ നൂറനാടിനെ അങ്ങ് പറഞ്ഞ സർക്കാർ ശമ്പളം കൊടുക്കാതെ RSSന്റെ പണം കൊണ്ട് നടത്തുന്ന ഒരു സ്കൂളിൽ വന്നിരുത്തി പാവങ്ങളായ കുട്ടികളെ കൊണ്ട് നിഷ്കളങ്കരായ വൈലോപ്പള്ളിയുടെ കവിത കടമെടുത്താൽ തലയിൽ വെളിച്ചം ചൂടിയ തലമുറകൾ എന്ന് പറയേണ്ട കുട്ടികളെ കൊണ്ട് BJP ജില്ലാ സെക്രട്ടറിയുടെ കാല് കഴുകി വെള്ളം കുടിപ്പിക്കുന്നതാണ് പാരമ്പര്യമെങ്കിൽ, അതാണ് സംസ്കാരമെങ്കിൽ, അത് RSSന്റെ അട്ടത്ത് വെച്ചാൽ മതി എന്ന് മതനിരപേക്ഷവാദികളായ മുഴുവൻ മലയാളികളും പറയും. ഒരു സംശയവും വേണ്ടതില്ല. ഞാൻ വിസ്ഡത്തിന്റെ പ്രതിനിധി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ വാചകം കൂട്ടുകേട്ടെ, അങ്ങേയറ്റം മതാത്മകമായോ എല്ലാത്തിനെയും നമുക്ക് ഒരേപോലെ വിമർശന വിധേയമാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സമുദായത്തോട് ഒരു മതത്തിനോട് മാത്രമല്ല. അങ്ങേയറ്റം മതാത്മകമായത് കേരളത്തിന്റെ സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്വകാര്യ സ്കൂളുകളിൽ പരിശീലിച്ചേ പറ്റൂ എന്ന ഏതു തിട്ടൂരത്തോടും നമുക്ക് വിയോജിക്കേണ്ടതുണ്ട്. എന്നാൽ ഏതു ചെറുതിലും ഓണാഘോഷത്തിൽ പോലും മതം കാണുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വന്നാൽ അതിനെയും നമുക്ക് ചെറുത്തു സർക്കാരിനെ ആരെങ്കിലും മുൾമുനയിൽ നിർത്താൻ ഏതെങ്കിലും മതവിഭാഗം ഇറങ്ങി പുറപ്പെട്ടാൽ അത് അബദ്ധധാരണയാണ് എന്ന് അവരെ ബോധ്യപ്പെടുന്നുണ്ട്. കേരളമാണല്ലോ ഇത്.